പോറ്റിയെ കയറ്റിയ പാരഡി ഗാനത്തിനെതിരെ CPIM ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയേക്കും. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാകും പരാതി നൽകുക. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. പാരഡി ഗാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നു എന്നാണ് CPIM നിലപാട്. ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഗാനം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നും അയ്യപ്പനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വികലമായി ഉപയോഗിച്ചു എന്നുമാണ് CPIM ജില്ലാ നേതൃത്വം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കയറ്റി എന്ന അയ്യപ്പ പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി പ്രായോഗികമല്ലെന്ന് വിദഗ്ധർ. ഒരു പാട്ടിന്റെ താളം ഉപയോഗിച്ച് പാരഡി പാടുന്നത് നിയമവിരുദ്ധമല്ലെന്നും മതവിദ്വേഷം പടർത്തുന്ന വരികളൊന്നും വൈറലായ പാരഡിയിൽ ഇല്ലെന്നുമാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പാട്ട് വിശ്വാസികളെ വേദനിപ്പിച്ചുവെന്നാണ് പരാതി. വേദനിപ്പിച്ചാൽ കേസെടുക്കണമെന്ന് LDF നേതാക്കളും ആവശ്യപ്പെട്ടു. ഒടുവിൽ കേസുമെടുത്തു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നതായും പരാതിപ്പെടുമെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും പറയുന്നു. എന്നാൽ പാരഡി ഗാനത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. പല രാജ്യങ്ങളിലും പാരഡി അംഗീകരിക്കപ്പെട്ടതാണെന്നും സാംസ്കാരിക പ്രവർത്തകനും അഭിഭാഷകനുമായ MS സജി പറഞ്ഞു. അതിനൊരു നിയമ നടപടിക്ക് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇപ്പം തൽക്കാലം ഈ പൊതുവെ ഇതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര പഠനം നടത്താത്ത രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കാറില്ലല്ലോ. അവരെ അണികളെ ഒന്ന് ഉദ്ദീപിപ്പിച്ച് നിർത്താൻ വേണ്ടി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അത് സിവിലായിട്ടോ ക്രിമിനലായിട്ടോ അങ്ങനെ ഒരു കേസ് മെയിൻറ്റൈനബിൾ അല്ല. മുൻപും നിരവധി പാരഡി ഗാനങ്ങൾ കേരളത്തിൽ ഹിറ്റായതാണ്. രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളുമെല്ലാം ഇതിൽ പറയാറുമുണ്ട്. കോപ്പിറൈറ്റ് ലംഘനത്തിൽ പോലും നിലവിലെ പാട്ട് ഉൾപ്പെടില്ലെന്നാണ് അഡ്വക്കേറ്റ് MS സജിയുടെ നിലപാട്. ഈ പാരഡി ഉപയോഗിച്ചുകൊണ്ടുള്ള കലാരൂപത്തെ അമേരിക്കയിൽ ഫെയർ യൂസ് എന്നും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും അതിന് ഫെയർ ഡീലിംഗ് എന്നുമാണ് പറയുന്നത്. ദാറ്റ്സ് ആൻ എക്സെപ്ഷൻ ടു ദ കോപ്പിറൈറ്റ് റെഗുലേഷൻസ്. അത് കോപ്പിറൈറ്റ് നിയമത്തിൻ്റെ ഒരു എക്സെപ്ഷനാണ്. അപ്പോൾ പാരഡി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിൽക്കില്ല. പിന്നെ കോപ്പിറൈറ്റ് ആക്ടിൽ ഒരു സ്ഥലത്തും പാരഡി ഗാനങ്ങൾ സിവിലായിട്ടോ ക്രിമിനലായിട്ടോ വയലേറ്റീവ് ആണ്, അല്ലെങ്കിൽ അത് നടപടിയെടുക്കാമെന്ന ഒരു സ്ഥലത്തും പറയുന്നില്ല. സൈലന്റ് ആണ് ആ കാര്യങ്ങൾ പറയുന്നത് തന്നെ ഇല്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്താൽ പോലും കോടതിയിൽ നിലനിൽക്കാൻ സാധ്യതയില്ലെന്നും നിയമവിദഗ്ധർ പറയുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.